സഞ്ജയ് സോജന് ഫോൺ ചെയ്തു കാര്യം പറഞ്ഞു. പിന്നീട് അർജുൻ്റെ ഏട്ടൻ ആനന്ദിനെയും ഫോണിൽ വിളിച്ചു. അർജുനെയും സഹോദരി ശില്പയെയും കൂട്ടി നാളെ രാവിലെ 9 മണിക്ക് മുമ്പ് ഇവിടെ കേരളത്തിൽ അക്ഷയ് അങ്കിളിൻ്റെ വീട്ടിൽ ഉണ്ടാവണം എന്ന് കർശനമായി പറഞ്ഞു. കാര്യം പറഞ്ഞതുമില്ല. അന്നു രാത്രി പവിത്രൻ മഹിയോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. അവർ ഡൽഹിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ജ്വാലമോളെ അവർക്കൊന്ന് കാണണം. ഞാൻ അവരോട് നാളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. പവിത്രൻ പറഞ്ഞു. ഇപ്പോൾ ഒരാലോചനയും വേണ്ട. അവൾ പഠിക്കുകയാണ്. അവളുടെ ശ്രദ്ധ തിരിയും. ആദ്യം അവൾ പഠിക്കട്ടെ. ജോലിയുമായിട്ട് മതി ആലോചനയും വിവാഹവും എല്ലാം. മഹി ചൂടായി. മഹി, ഡൽഹിയിലെ ഒരു MLA യുടെ മോനാ അവൻ. അർജുൻ IPSന് പഠിക്കുന്നു. ഇപ്പോൾ അയാൾ MLA. ഭാവിയിൽ അയാൾ മിനിസ്റ്റർ ആവില്ലെന്ന് ആരു കണ്ടു? ഇനി മന്ത്രി ആയാലോ? നമ്മുടെ മോളുടെ ഭാഗ്യം നീയായി തട്ടിത്തെറിപ്പിക്കരുത്. പവിത്രൻ ഒരു സാധ്യത ചൂണ്ടിക്കാട്ടി. മഹിയും അതേപ്പറ്റി ആലോചിച്ചു. ഈ ആലോചന നടക്കട്ടെ. പക്ഷേ ജ്വാല ഇതറിയരുത്. നിന്റെ പരിചയക്കാർ ഇവിടെ വരുന്നു, അത്രമാത്രം. ഓക്കേ? മഹി തെല്ലൊന്നയഞ്ഞു. ഓക്കേ. പവിത്രനു സമ്മതിച്ചു. പിറ്റേന്നു ജ്വാല പവിത്രൻ പറഞ്ഞതനുസരിച്ച് ലീവ് എടുത്തു. പവിത്രൻ അങ്കിളിൻ്റെ പരിചയക്കാർ ആരൊക്കെയോ വരുന്നുണ്ടെന്നു മാത്രം അവൾ അറിഞ്ഞു. സോജൻ അർജുനെ കുറെ വിളിച്ചു നോക്കി. എങ്ങനെയെങ്കിലും അനുനയിപ്പിച്ചു കൂടെ കൊണ്ടുപോകാൻ ശ്രമിച്ചു. തലേന്നു രാത്രി മുഴുവൻ ഇത് തന്നെയായിരുന്നു പണി. പക്ഷേ അർജുൻ അമ്പിനും വില്ലിനും അടുത്തില്ല. ബാബ ഈ മാരേജിന് സമ്മതിക്കാതെ ഞാൻ എങ്ങോട്ടും വരില്ല, അർജുൻ തീർത്തു പറഞ്ഞു. സോജൻ കൂടുതൽ നിർബന്ധിച്ചില്ല. ആനന്ദിനോടും ശില്പയോടും കാര്യം പറഞ്ഞു. അവരെയും കൂട്ടി പുലർച്ചെ തന്നെ കേരളത്തിലേക്ക് ഫ്ലൈറ്റ് കയറി. രാവിലെ 10-ന് മുമ്പ് തന്നെ അവർ അക്ഷയയുടെ വീട്ടിലെത്തി. ഒന്ന് ഫ്രഷായി അവിടെ നിന്ന് പ്രാതലും കഴിച്ചു. 10:30-യോടെ അവർ പവിത്രൻ അയച്ചു കൊടുത്ത അഡ്രസ്സിലേക്ക് യാത്ര തിരിച്ചു. അക്ഷയും ഭാര്യയും സഞ്ജയും സിന്ദൂരയും ഒരു കാറിലും വാടകയ്ക്കെടുത്ത കാറിൽ ആനന്ദും സോജനും ശില്പയും കയറി. ഇട റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് സൂര്യൻ കാത്തു നിൽക്കുമെന്ന് അവരെ അറിയിച്ചിട്ടുണ്ട്. സൂര്യനെ സോജൻ അറിയാം, അന്ന് കണ്ടിട്ടുണ്ട്. അവർ പെട്ടെന്നു തന്നെ സൂര്യൻ്റെ അടുത്തെത്തി. സൂര്യൻ സ്കൂട്ടിയിൽ കയറി മുന്നിൽ പോയി. പിന്നാലെ സോജനും അക്ഷയും കാറെടുത്തു. 10 മിനിറ്റ് യാത്രയ്ക്ക് ശേഷം അഗ്നിത്രയം എന്നെഴുതിയ വലിയ ഗേറ്റ് കടന്നു. കാർ വലിയ മുറ്റത്തേക്ക് പ്രവേശിച്ചു. മുറ്റത്തിൻ്റെ അരികിലായി കാറുകൾ നിർത്തി. സൂര്യൻ വേഗം തന്നെ സ്കൂട്ടി നിർത്തി ഇറങ്ങി. മറ്റുള്ളവരും കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഉമ്മറത്തുണ്ടായിരുന്ന പവിത്രനും മഹിയും ഇറങ്ങി വന്നു അവരെ സ്വീകരിച്ചു. എല്ലാവരും ഇറങ്ങിയ ശേഷം ചുറ്റുപാടും ഒന്ന് വീക്ഷിച്ചു. തെങ്ങുകളും പലതരം മരങ്ങളും നിറഞ്ഞ വലിയ പറമ്പാണ്. പിന്നെ വീടാകമാനം ഒന്ന് നോക്കി. പഴയ 4 കെട്ട് തറവാട്. എന്നാൽ ചില ഭാഗങ്ങൾ പുതുക്കി പണിഞ്ഞിട്ടുമുണ്ട്. ഉരുളൻ തൂണുകൾ ഉള്ള ഉമ്മറം. മുറ്റത്തിൻ്റെ അരികിലൊക്കെ പലതരത്തിലുള്ള ചെടികൾ. വീട് കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യമുള്ളതുപോലെ തോന്നി. ചുറ്റും മരങ്ങളുള്ളത് കൊണ്ട് തന്നെ നല്ല തണുപ്പുള്ള അന്തരീക്ഷം. എല്ലാവർക്കും വീടും പരിസരവും നന്നേ ഇഷ്ടപ്പെട്ടു. അകത്തേക്ക് ഇരിക്കാം. അവർ ഉമ്മറത്തേക്ക് കയറിയതും മഹി പറഞ്ഞു. അകത്തളത്തിലെ സ്വീകരണ മുറിയിൽ എല്ലാവരും ഇരുന്നു. ആദ്യത്തെ ചടങ്ങായി സുഖവിവരങ്ങൾ അന്യോന്യം അന്വേഷിച്ചതിന് ശേഷം അവർ പരസ്പരം പരിചയപ്പെട്ടു. സഞ്ജയ് MLA ആയതിനാൽ തന്നെ അവിടെ നിന്ന് അധിക ദിവസം വിട്ടു നിൽക്കാൻ കഴിയില്ലെന്നും അക്ഷയ് പറഞ്ഞു. സോജൻ തൻ്റെ ഫോണിലെ വീഡിയോ ഓണാക്കി കട്ട് ചെയ്യാതെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ വെച്ചു. ഫോൺ എല്ലാ ദൃശ്യങ്ങളും ഒപ്പിയെടുത്തുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ചായയുമായി ജ്വാലയും പിന്നാലെ പലഹാരങ്ങളുമായി സൂര്യനും അവിടേക്ക് വന്നു. ജ്വാലയെ കണ്ടപ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു. നന്നേ വെളുത്ത അതിസുന്ദരിയായ ഒരു കുട്ടി. അർജുന് ചേരും. വെറുതെ അല്ല ഇവൾക്ക് വേണ്ടി അവൻ ഒറ്റക്കാലിൽ നിൽക്കുന്നത്. എല്ലാവർക്കും അങ്ങനെയാണ് തോന്നിയത്. അബ് ചലോ ചായ് പീത്തേ ഹേ ഓർ ബാത്തേം കർത്തേ ഹേ, മഹി പറഞ്ഞു. ഞങ്ങൾക്ക് മലയാളം അറിയാം, കേട്ടാൽ മനസ്സിലാവും, സഞ്ജയ് പറഞ്ഞു. ജ്വാല എല്ലാവർക്കും ചായ കൊടുത്തു. മഹി ജ്വാലയോട് അകത്തേക്ക് പോകാൻ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. അവൾ അപ്പോൾ തന്നെ അകത്തേക്ക് പോയി. ജ്വാല ഒന്നും അറിയരുതെന്ന് മഹിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അറിഞ്ഞാൽ അത് അവളുടെ പഠനത്തെ ബാധിക്കുമോ എന്ന പേടിയും.
ചായ കുടിച്ചതിന് ശേഷം ആദ്യം തന്നെ മഹി പറഞ്ഞു, ജ്വാല ഒന്നും ഇപ്പോൾ അറിയരുത്. അവളുടെ പഠനത്തെ ബാധിക്കുന്ന ഒന്നിനും എനിക്ക് സമ്മതമല്ല. കോളേജിൽ ടീച്ചേഴ്സിന് പോലും അവൾ റാങ്ക് വാങ്ങുമെന്ന പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ഇപ്പോൾ പഠിക്കട്ടെ. ഇല്ല, മോളോട് ഞങ്ങൾ വന്ന കാര്യം പറയില്ല, സിന്ദൂരയും സഞ്ജയും പറഞ്ഞു. അതിനുശേഷം സഞ്ജയും അക്ഷയും മഹിയും പവിത്രനും പുറത്തേക്കിറങ്ങി ബാക്കി കാര്യങ്ങൾ സംസാരിച്ചു. പരസ്പരം വിവാഹത്തിന് സമ്മതം ആണെന്ന് അറിയിച്ച ശേഷം വിവാഹം ഉറപ്പിച്ചു വയ്ക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ വിവാഹം വാക്കാൽ ഉറപ്പിച്ചു. പിന്നീട് ചടങ്ങായി നടത്താമെന്ന് തീരുമാനിച്ചു. സോജൻ വീഡിയോ ഓഫ് ചെയ്തു അത് അർജുൻ അയച്ചു കൊടുത്തു. പക്ഷേ അർജുൻ അത് കണ്ടില്ല. അതുകൊണ്ട് സോജൻ തൻ്റെ ഫോണിൽ അർജുന് വീഡിയോ കോൾ ചെയ്തു. അർജുൻ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ സോജൻ മിണ്ടരുതെന്ന് ആംഗ്യം കാണിച്ചു. ഫോൺ ഷർട്ടിൻ്റെ പോക്കറ്റിൽ വെച്ചു. അർജുന് എല്ലാം കാണാം, കേൾക്കാം, അത്രമാത്രം. സോജൻ നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അർജുന് മനസ്സിലായില്ല. സോജനും ആനന്ദും നേരെ സൂര്യനെയും കൂട്ടി ജ്വാലയുടെ അടുത്തുപോയി. കൂടെ സ്ത്രീകളെല്ലാവരും ഉണ്ടായിരുന്നു. സിന്ദൂര അവരോട് കോളേജിലെ വിശേഷങ്ങൾ എല്ലാം ചോദിച്ചു. അവൾ അതിനെല്ലാം വിനയത്തോടെ മറുപടി പറഞ്ഞു. അവസാനം ജ്വാലയുടെ കൂടെ നിന്ന് എല്ലാവരും ഫോട്ടോയും എടുത്തു. ശില്പയും ജ്വാലയും ഒന്നിച്ചുള്ളതും സിന്ദൂരയും ജ്വാലയും ഒന്നിച്ചു നിൽക്കുന്നതും ജ്വാല തനിച്ച് നിൽക്കുന്നതും. അങ്ങനെ ഓരോരുത്തരുടെയും ഫോണിൽ പലതവണ ഫോട്ടോ എടുത്തുകൂട്ടി. സോജൻ്റെ ഫോണിലൂടെ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന അർജുന് ഇരുന്നിട്ടിരിപ്പുറയ്ക്കുന്നില്ല, നിൽക്കാനും കഴിയുന്നില്ല എന്ന അവസ്ഥയായിരുന്നു. പോകാൻ ഇറങ്ങുമ്പോൾ പോലും ഈ തെണ്ടികൾ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. അങ്ങോട്ടാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആദ്യം തന്നെ താൻ ഇറങ്ങുമായിരുന്നു മുന്നിൽ. എല്ലാവരും ജ്വാലയോട് പറഞ്ഞ് പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും മഹിയുടെ കൂടെ മറ്റുള്ളവരും സ്വീകരണ മുറിയിലേക്ക് വന്നു. എന്നാൽ ഞങ്ങൾ ഇറങ്ങിയാലോ? ഇവർക്ക് ഇന്ന് തന്നെ ഡൽഹിക്ക് മടങ്ങിപ്പോകാമായിരുന്നു, അക്ഷയ് പറഞ്ഞു. എന്നാൽ അങ്ങനെയാകട്ടെ, മഹി സമ്മതിച്ചു. എല്ലാവരും പോകാൻ ഇറങ്ങി. എല്ലാവരും അങ്ങോട്ട് വരണം, സഞ്ജയ് മഹിയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. മോളുടെ എക്സാം കഴിയട്ടെ, എന്നിട്ട് വരാം, മഹി വാക്കുകൊടുത്തു. എല്ലാവരും പോകാനിറങ്ങി. അവർ കാറിൽ കയറിയതും വഴി തെറ്റാതിരിക്കാൻ സൂര്യൻ തൻ്റെ കാറെടുത്ത് മുന്നിൽ പോയി. അവരെ മെയിൻ റോഡിൽ എത്തിച്ചതിനു ശേഷം സൂര്യൻ നേരെ തൻ്റെ ഓഫീസിലേക്ക് പോയി.